Yo everyone, what's up? Welcome to another vlog. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? എനിക്കറിയാം ഞാൻ അത്യാവശ്യം നല്ലപോലെ ബ്രേക്ക് എടുത്തിട്ടാണ് വ്ളോഗ്സ് ഒക്കെ ഇടണേന്നും നിങ്ങൾ കുറേ നാൾക്ക് ശേഷം കണ്ടതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് അതേപോലെ ബ്രേക്ക് എടുക്കുന്ന ഒരു സ്ഥലത്താണ്. കണ്ണൂർ തന്നെയാണ് ഈ സ്ഥലം. ആൻഡ് ഇറ്റ് ഹാസ് എ വെരി ഗുഡ് ക്ലൈമറ്റ് ആൻഡ് നല്ല വ്യൂ ആണ് ഇവിടെ. ആൻഡ് യു ഗൈസ് ഗോ ടേക്ക് എ ലുക്ക് അറ്റ് ദ വ്യൂ ആൻഡ് കം ബാക്ക്. യോ ഗൈസ്, ഞാനുള്ളത് കണ്ണൂർ ആലക്കോട് സ്റ്റോൺ ഹിൽസ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ അടിപൊളി വ്യൂവും നല്ല ക്ലൈമറ്റൊക്കെയാണ്. ഞാൻ ഇന്നലെ വന്നതാണ് കേട്ടോ. ഇന്നലെ ഉച്ചയാകുമ്പോഴത്തേനും വന്നു. എന്നിട്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്തു. ആൻഡ് ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് ട്രെക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ്. ആൻഡ് ഇവിടെ 5-6 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ട്രെക്കിങ്ങിന് പറ്റിയ നല്ല സ്പോട്ടുണ്ട്, നല്ല വ്യൂ പോയിൻ്റുള്ള ലൈക്ക് പാലക്കാന്തട്ട്, പൈതൽ മല അതൊക്കെയുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്ന ഇവരെ തന്നെ പ്രോപ്പർട്ടിയിലുള്ള സ്റ്റോൺ ഹിൽസിൻ്റെ തന്നെ പ്രോപ്പർട്ടിയിൽ വരുന്ന, അതായത് ഓൾമോസ്റ്റ് 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ ഇവിടെ താഴോട്ട്. അവരൊരു വാട്ടർഫോളിലോട്ടാണ്. ചെറിയൊരു ട്രെക്കിങ് അല്ല, നമുക്ക് കിട്ടാലോ. മഴ പെയ്തുകൊണ്ട് ചെറിയൊരു സോഫ്റ്റാണ്. ആൻഡ് ചെറുതായിട്ടൊന്ന് കാലിങ്ങനെ പുഷായി പോകുന്നുണ്ട് താഴോട്ട് മണ്ണിലോട്ട്. ആൻഡ് ദിസ് ഈസ് ദ സ്റ്റാർട്ടിങ് ഓഫ് ആർ ട്രെക്കിംഗ്. ആൻഡ് നമ്മളിവിടെ ഒരു ഗൈഡും ഉണ്ട് കേട്ടോ. ഗൈഡ് ബ്രോ, നമ്മുടെ പേരെന്തായിരുന്നു? ശ്യാം. ഇതാണ് ശ്യാം, നമ്മുടെ ഇന്നത്തെ ഗൈഡ് ആൻഡ് ഫോട്ടോഗ്രാഫർ പ്ലസ് ഓൾ ഇൻ ഓൾ. ശ്യാം എവിടെ സ്ഥലം? ഇവിടെ തന്നെ, ആലക്കോട്ട് തന്നെ. ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ അല്ലേ? ആ, ഇത് കുറേ താഴോട്ട് പോകാനുണ്ടോ? അത്ര 2 കിലോമീറ്റേഴ്സ് അല്ലേ? ഗൈസ്, ട്രെക്കിങ്ങിൽ ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം സ്റ്റീപ്പുമാണ്, പക്ഷേ ഇറ്റ്സ് ഫൺ കേട്ടോ. ശരിക്കും ചെയ്യാൻ ട്രെക്ക് ചെയ്യാൻ അങ്ങനെ ഓവർ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. ആൻഡ് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ വരുന്നുണ്ട്. വെള്ളം കണ്ടു തുടങ്ങി കേട്ടോ. വാട്ടർഫോൾ ഓൾമോസ്റ്റ് എത്താറായി. ആൻഡ് ദ ട്രെക്കിംഗ് കണ്ടിന്യൂസ്. മഴ ഇച്ചിരി ഹെവി ആയിട്ടുണ്ടോ എന്നൊരു സംശയം. നല്ല മഴ.
ഇതാണ് ഇവരുടെ പ്രോപ്പർട്ടിയിലുള്ള വാട്ടർഫോൾ ആയിട്ടോ. കേൾക്കുന്നുണ്ടോ? ഇതാണ് ഇവരുടെ പ്രോപ്പർട്ടിയിലുള്ള വാട്ടർഫോൾ. ട്രക്കിംഗ് വാസ് ഓൾസോ ഫൺ. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഗൈസ്, അപ്പോൾ വെള്ളച്ചാട്ടത്തിലുള്ള റിലാക്സേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. കേൾക്കുന്നുണ്ടോ വാട്ടർഫോളിൻ്റെ സൗണ്ട്? സോ ഇനി നമ്മൾ തിരിച്ച് കയറ്റമാണ്. അതിൻ്റെ മുകളിലെത്തിയിട്ട് ഞാൻ നമ്മൾ റിസോർട്ടും നമ്മൾ റൂംസും എല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ തിരിച്ച് കയറിയാലോ? കയറാം. അപ്പം യോ, നമ്മൾ ട്രെക്കിങ് കഴിഞ്ഞു. തിരിച്ചു കയറാൻ നല്ല സീനാട്ടോ. പക്ഷെ പോയി കുളിച്ച് ഫ്രഷായി ഇറങ്ങി. ആൻഡ് ഇതാണ് നമ്മുടെ റൂം. ഇതിൻ്റെ അപ്പുറത്തെ റൂം ഞാൻ എടുത്താട്ടോ. ഇതിൻ്റെ താഴെ തന്നെയാണ് ബാർബിക്യൂ. നമ്മൾ ഇന്നലെ രാത്രി ബാർബിക്യൂ ചെയ്തായിരുന്നു ഇന്നലെ രാത്രി. ആൻഡ് ഇതിപ്പോൾ അടുത്ത ടീംസ് എത്തി. ആൻഡ് അവർ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം വി ആർ അബൌട്ട് ടു വെക്കേറ്റ്. I'll just show you guys room കാണിച്ചു തരാം. ദിസ് അപ്പുറത്തെ സൈഡ് ഞാൻ ഫാമിലിയും ഇവിടെ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും അങ്ങനെയാണ് അടുത്തത്. ആൻഡ് നല്ല മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്. നമുക്ക് റൂമിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. ഇതാണ് കോമൺ ഏരിയ എന്നുള്ള വ്യൂ ആണ് ഇത്. ആൻഡ് ഇതൊരു റൂം, ഇത് വേറെ റൂം. ഓക്കെ, നമുക്ക് റൂമിലോട്ട് കയറാം. ഇതാണ് നമ്മുടെ റൂം. ഇവിടുന്ന് അങ്ങോട്ടേക്കൊരു വ്യൂ. ആൻഡ് ഇവിടുന്ന് അങ്ങോട്ടേക്കും ഒരു വ്യൂ. ഫുൾ ഗ്ലാസ് കൊടുത്തോണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുകയും ചെയ്യും. നല്ല വ്യൂ ആണ്. ഇതും തുറക്കാം. ഇത് തുറന്നു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാം. ബാൽക്കണി. ലഗേജൊക്കെ ഇത് നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ പോകണം. ലഗേജൊക്കെ ഓൾറെഡി. ബാത്റൂം കൂടി കാണിച്ചാൽ കാരണം നല്ല നീറ്റ് ആൻഡ് സ്പേഷ്യസ് ഒക്കെ ആട്ടോ. എല്ലാ ബാത്റൂമും സ്പേഷ്യസ് ആണ്. ആൻഡ് നല്ല നീറ്റാണ്. മെയിൻറ്റെയിനിങ് ഇറ്റ് ഗുഡ്. ആൻഡ് ഈ ഒരു വ്യൂ കിട്ടുന്നത് ഇതിവിടെ മാത്രമാണ്. എനിക്കിഷ്ടപ്പെട്ട ഇതാണ്. അത് ഇവിടെ ചൂസ് ചെയ്തത്. ഇതിൻ്റെ മുകളിൽ കോട്ടേജസ് ഉണ്ട്. വേറെ കോട്ടേജസും സൂട്ട് റൂമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഇപ്പം നമ്മൾ ലഞ്ച് റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലോട്ട് ലഞ്ച് കഴിക്കുന്ന അങ്ങോട്ടേക്ക് പോവാം. ആൻഡ് ബാക്കിയുള്ള റൂംസും ഞാൻ കാണിച്ചു തരാം. ഓക്കെ. കില്ലർ. ഹൂസ് ദ കില്ലർ? I am the killer. അപ്പം that's bye to the room. And നല്ല അടിപൊളി മഞ്ഞൊക്കെ കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ കൂര് മഞ്ഞ് ഫുൾട്ടായിട്ട് ഒന്നും കാണാത്ത രീതിയിലൊക്കെ നല്ല മഞ്ഞും നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ബാർബിക്യൂ ചെയ്തൊക്കെ ഫണ്ണായിരുന്നു. ആൻഡ് ഇവിടുന്ന് നേരെ വാക്ക് വേ ആണ്.
walkway. It goes directly to the നമ്മുടെ entrance വരെ. ഈ walkway it goes to the main gate. ആ കാണുന്ന അവിടെയാണ് റെസ്റ്റോറൻറ്റ്, സ്വിമ്മിംഗ് പൂളൊക്കെ. അതിൻ്റെ മുകളിൽ അങ്ങോട്ടാണ് സൂട്ട് റൂം, കോട്ടേജസ് ഒക്കെ. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. ഇറ്റ്സ് എൻ ഇൻഫിനിറ്റി പൂൾ. ട്രക്കിങ് കഴിഞ്ഞ് ഇതൊക്കെ കയറി തളർന്നു കേട്ടോ, ശ്വാസം കിട്ടുന്നില്ല. അപ്പം ഇന്നലെ രാത്രി നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചാടിയതും കുളിച്ചതും കാരണം ഇന്നിനി സ്വിമ്മിംഗ് പൂളും ഇല്ല. നമ്മളിപ്പം ഇന്ന് അതിൻ്റെ പകരമാണ് വെള്ളച്ചാട്ടത്തിൽ പോയി ഒന്ന് കുളിച്ചത്. ഹൗ ഇസ് ഇറ്റ്? ഇതാണ് അവരെ റെസ്റ്റോറൻറ്റ്. ഇതാണ് റെസ്റ്റോറൻറ്റ്, ഡൈനിങ് ഏരിയ. ഇതാണ് ഇവരുടെ സൂട്ട് റൂം കേട്ടോ. അത്യാവശ്യം ഫാമിലിക്കൊക്കെ വന്നാൽ കുറച്ച് പേരുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റിയ റൂം. സ്പേഷ്യസ് ആണ്. ഞാൻ കണ്ടായിരുന്നു, കറണ്ടില്ല അവിടെ. അപ്പം കറണ്ടില്ലാത്തതുകൊണ്ട് വെളിച്ചമില്ലാത്തതുകൊണ്ട് ഷൂട്ടിംഗ് നടക്കില്ല. ഞാൻ നേരത്തെ രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ കണ്ടതാണ്. ആൻഡ് അവിടെ നിൽക്കുന്ന ആളാണ്, അവിടെ നിന്ന് കൃഷി ചെയ്യുന്നുണ്ടോ, അതാണ് നമ്മുടെ ഓണർ. ആൻഡ് ദേ ഹാവ്, ഇതാണ് മറ്റേ 2 കോട്ടേജസ് ഞാൻ പറഞ്ഞത്. പക്ഷേ വ്യൂ ഞാൻ നിന്ന കോട്ടേജാണ്, ഞാൻ നിന്ന സ്ഥലത്താണ് വ്യൂ ആണ്, വ്യൂ. ആൻഡ് അപ്പം ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് ഈ 2 കോട്ടേജും ഈ സൂട്ട് റൂമും പിന്നെ നമ്മൾ നിന്ന സ്ഥലമാണ്. ആൻഡ് അവരിൽ കുറേ ഫ്രൂട്ട്സും കുറേ എന്താ പറയുക പലതരം ഫ്രൂട്ട്സും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതേതാ ഫ്രൂട്ട്? ദിസ് ഈസ് പാഷൻ ഫ്രൂട്ട്. പിന്നെ ഓറഞ്ചിൻ്റെ മരം, അങ്ങനെ പലതരം ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എൻട്രൻസ്. ഈ എൻട്രൻസിൽ നിന്നാണ് എന്താ പറയുക ഈ 2 കോട്ടേജും സൂട്ട് റൂമും അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ആ എൻട്രൻസാണ്. ആ എൻട്രൻസിലൂടെ അങ്ങ് താലോട്ട് പോയിട്ടാണ് നമ്മുടെ റൂമിലോട്ട് പോണത്. ഇത് മഞ്ഞിങ്ങനെ കയറി വരുന്നുണ്ട്, പക്ഷേ ഇതൊന്നല്ലട്ടോ മഞ്ഞ, അടിപൊളി മഞ്ഞാണ്. പക്ഷെ നല്ല ക്ലൈമറ്റാണ്. മഴയുണ്ട്, തണുപ്പുമുണ്ട്. അതായത് ഓവർ മഴയില്ല, ആവശ്യത്തിന് മഴ, തണുപ്പ്, ചിൽ വൈബ്സ്. മാങ്ങ, പിന്നെ ഓറഞ്ച്, അത് ഇതൊക്കെ അവിടെ ഉണ്ട്. ഓറഞ്ചും പിന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ് പറഞ്ഞായിരുന്നു, എന്ത് സ്റ്റാർ ഫ്രൂട്ടോ അങ്ങനെ എന്തൊക്കെ ഫ്രൂട്ട്സൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓരോരുത്തരും ചെടികളാണ്. നേരത്തെ എനിക്ക് പുള്ളി എല്ലാ ചെടികളുടെ പേരൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഇത് കണ്ടോ ഈ വാഴ, ഇതെന്താണ് പേര് മറന്നല്ലോ. ഇതെന്തോ ഔഷധമൊക്കെയാണ്, എന്തോ മരുന്നൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനാണ് ഇതിൻ്റെ ഈ വാഴൻ്റെ ഫ്രൂട്ട്. പേര് മറന്നു, എന്ത് വാഴ എന്നാണ് പറഞ്ഞത്, കളവാഴയോ. അങ്ങനെ ഇവിടെ കുറേ പ്ലാന്റ്സും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോട്ടേജിലോട്ട് ഇങ്ങനെ, ഇതാണ് വ്യൂ. അല്ല വഴി നല്ലപോലെ കൊതുക്കുന്നുണ്ട് കേട്ടോ. ട്രക്കിങ് കഴിഞ്ഞിട്ട് ക്ഷീണം മാറിയിട്ടില്ല. ഇത് നമ്മൾ എന്താണ് നമ്മൾ സ്ക്രബായിട്ടൊക്കെ യൂസ് ചെയ്യില്ലേ, മറന്നു പോയല്ലോ. നമ്മൾ സ്കിന്നിനൊക്കെ അല്ലല്ലേ ഏട്ടാ. ഇതേതായിരുന്നു നമ്മളെ സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്ന ഈ പുല്ല്? രാമച്ചം. ഇത് രാമച്ചം. ഓരോ ഇതൊക്കെ സ്പെഷ്യൽ ടൈപ്പ് പാരൊക്കെയാണ്. ഇത്ര വലുതാവത്തുള്ളൂ, കാണുന്നുണ്ടോ ചോപ്പ് കളറുണ്ടോ, അത്ര വലുതാവത്തുള്ളൂ. പക്ഷേ നേരത്തെ ഒരെണ്ണം കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇത് ഇവിടുത്തെ ബാൽക്കണി കോട്ടേജിൻ്റെ.
കൃഷി വാഴ stuff like that. The one you see there is orange. That's the orange one. Orange കാണിച്ചു രാവിലെ തൊട്ടേ പണിയാല്ലേ ഫുൾ ടൈം പണിയാണല്ലേ So this is the cottage. പിന്നെ നമുക്ക് താഴെ പോയിട്ട് ലഞ്ച് കഴിക്കാം. ഓക്കെ ഊണ്. ദിസ് ഇസ് ആ ലഞ്ച്. 5 മണി ആയതേ ഉള്ളൂ ലഞ്ച് കഴിക്കാൻ. How was the place, bro? Peace. Set. ഒന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, ഞാൻ ലഞ്ച് കഴിക്കട്ടെ. ഞാനല്ല, നമ്മൾ ലഞ്ച് കഴിക്കട്ടെ. ഗൈസ്, ലഞ്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വെജ് മീലാണ് കഴിച്ചത്. ഇറ്റ് വാസ് യം. ആൻഡ് ട്രെക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ആൻഡ് ഹൗസ്ഫുള്ളായി. ആൻഡ് ഈ സ്വിമ്മിംഗ് പൂൾ കാണുമ്പോൾ ഒന്നും കൂടി ചാടാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ ടൈം കഴിഞ്ഞു. ആൻഡ് ഇവിടെ ഇപ്പോൾ നല്ല മഴ കഴിഞ്ഞായിരുന്നേ, വെള്ളം കയറി. ആൻഡ് ഇറ്റ് വാസ് ഫൺ യെസ്റ്റർഡേ. നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ കുളിച്ചു. ആൻഡ് ഇറ്റ് വാസ് ഫൺ. ഇൻഫിനിറ്റി വ്യൂവും ആൻഡ് വി ഹാഡ് എ ഗുഡ് ടൈം. അതിൻ്റെ ഗ്രില്ലൊക്കെ ചെയ്തത് ഇറ്റ് വാസ് നൈസ്. ആൻഡ് ക്ലൈമറ്റ്, ഐ ഹാവ് കീപ് ടെല്ലിങ്, ഈ ഒരു ക്ലൈമറ്റ് നമ്മൾ വന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ആൻഡ് ഇവിടുത്തെ പണികൾ ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും കോട്ടേജസ് വരാനുണ്ട്. ആൻഡ് ഇതിൻ്റെ മുകളിലോട്ട് 2 കോട്ടേജസ് ഇപ്പോൾ ഓൾറെഡി വർക്ക് ഓൺഗോയിങ് ആണ്. ഇവർ സംഭവം ലോക്ക്ഡൗണിൻ്റെ മുന്നെയാണ് ഇത് ഓപ്പൺ ആയത്, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ പണിയൊക്കെ നിന്നുപോയി. ആൻഡ് ഇപ്പം ഇതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കോട്ടേജസും കൂടി ഫിനിഷ് ചെയ്താൽ നമ്മൾ ഇപ്പോൾ ഉള്ള ഇന്ന് നമ്മൾ നിന്നില്ലേ അതേപോലത്തെ, അല്ലെങ്കിൽ അതിനായിട്ട് നല്ല വ്യൂ അവിടെ നിന്നും കിട്ടും. സോ ആൻഡ് ദർ ഇസ് റോപ്പ് വേ കമ്മിങ് ഫ്രം ഏതോ 2 മല വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ മലയിലോട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഏതൊരു മലയിൽ നിന്ന് റോപ്പ് വേയും കൂടി വരുന്നുണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇപ്പോൾ സ്ലിപ്പായി വേണം. അതും കൂടി വന്നാൽ സെറ്റായിരിക്കും. നമ്മുടെ എന്താ പറയുക, ആലക്കോട് അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഈ തളിപ്പറമ്പിൽ ഇങ്ങനെ റിസോർട്ട്. ആൻഡ് ഇത് ഇവിടെ നമ്മുടെ ഇതൊക്കെ അണ്ടർ കൺസ്ട്രക്ഷനാണ്. എന്താ സ്വിമ്മിംഗ് പൂളിൻ്റെ ഫ്രഷ് ആവാനും വാഷ് ഏരിയ ആൻഡ് സ്റ്റാഫ്. പിന്നെ പറയാനുള്ളത് ഇവരെ സ്റ്റാഫിൻ്റെ സർവീസാണ്. അടിപൊളി സർവീസായിരുന്നു കേട്ടോ. എനി ടൈം റെഡി ടു ഹെൽപ്പ്. എന്താവശ്യമുണ്ടെങ്കിലും ഒരു പെരുമാറ്റ രീതിയായാലും എല്ലാം അടിപൊളിയായിരുന്നു. ഐ ഹാഡ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. സോ that's it for this vlog, guys. Keda. So until I see you for the next vlog, it's me, your Bilyaro. Lots of love and peace.